രാവിലെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്ന് ഇഡലിയും അതേപോലെ ചട്നി കേട്ടോ. അപ്പോൾ ഞാൻ ചട്നി കഴിച്ചില്ല. ഇന്നലത്തെ ലേശം ചിക്കൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടായേനെ. അപ്പോൾ ഞാൻ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായത്. പിന്നെ മോള് നല്ല ഉറക്കമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നാസ്ത കഴിച്ച് പിന്നെ അതിപ്പോൾ എണീച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്പം വേണമെങ്കിലും ഫുഡ് കഴിക്കാം. ഞാനൊരു ഈൽത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേഗം ആ ഒരു പാത്രം എടുത്ത് കഴുകി വെച്ച് പിന്നെ ഞാൻ വലിയ പാത്രം എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇല്ലതിൽ വെച്ച് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ തന്നെ കഴിച്ചത്. എൻ്റെ വീട്ടിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ലാസ്റ്റ് കഴുകുന്ന ഒരു പരിപാടി ഇല്ലേ, അതില്ലട്ടാ. ഇവിടെ എല്ലാം അപ്പാടപ്പാട് കഴുകി വെക്കണം. അത് എനിക്ക് തോന്നുന്നത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ ശീലിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാലും വേഗം പാത്രം കഴുകി വെക്കും. ആടെ ഇങ്ങനെ കൂട്ടി വെക്കാനോ ആരെങ്കിലും വരാനോ ഞാൻ കാത്തിക്കലില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ലോഡ് ലൈറ്റും ഫാനും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പോയിട്ട് അതൊക്കെ അങ്ങ് ഓഫാക്കിയിട്ട് പിന്നെ അതിനിടക്ക് അനിയത്തി 2-3 ക്ലിപ്പും ആക്സസറീസും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റൂമിൽ കൊണ്ടുവച്ച് ആ ഗ്യാപ്പിൽ വരും ലക്ഷം ചായ വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടാ. അഫ്കോഴ്സ് നമ്മൾ എന്തായാലും വെച്ച് കൊടുക്കുമല്ലോ. അപ്പം ഞാൻ ചായ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് ഗ്രീൻ ടീ ആക്കിയിട്ടുണ്ടായി. ഞാനൊരു ചെറിയ വെയിറ്റ് ലോസിലാണ്. ഇനി മുന്നേയും ഞാൻ നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്തിന്. പക്ഷേ ഒരു 3-4 കിലോ കൂടിയോണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ വെല്ലുമ്മക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഗ്രീൻ ടീ നല്ല ചൂടേനെ. അപ്പം അതിൻ്റെക്ക് ഇളം ചൂടുള്ള വെള്ളം ഓൾറെഡി നമ്മൾ ജഗ്ഗിലാക്കി വെക്കൂലേ. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പുറത്തെ സൈഡിൽ 2 കസാല ഉണ്ടാകും. ആടെ ഞാൻ ചത്താലും ഇരിക്കൂല. ഈ ഒരു കസേര ഇങ്ങനെ മുന്നോട്ട് ഇട്ടിട്ട് ആടെ ഇങ്ങനെ കാലം വെച്ചിരിക്കുന്നതിൻ്റെ സുഖം അത് വേറെ ഏടുന്നും കിട്ടൂല. അങ്ങനെ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്താണ് എന്നെ ആരോ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതെൻ്റെ മോളേനും. അപ്പോൾ എണീച്ച സമയത്ത് ഇത് റീസെൻ്റ്ലി ഉപ്പ വാങ്ങിക്കൊടുത്തൊരു ഫ്രോക്കാണ്. അപ്പോൾ അതൊന്ന് എടുക്കുമോ, എനിക്കതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് ഓൾ കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഗ്യാപ്പിൽ ഉമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് നിങ്ങൾ ശ്രീകണ്ഠാപുരത്തേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. കുറച്ച് അരി പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ വേഗം മാറ്റി കീന്തി സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഇപ്പുറം വന്നിട്ട് ഇവിടുന്ന് പച്ചക്കറിയും വാങ്ങി. പിന്നെ ലേശം ബേക്കറിയും കൂടെ വാങ്ങിയേ. നമ്മളാരും അങ്ങനെ ബേക്കറി ഒന്നും കേൾക്കില്ല. മോളെ അംഗനവാടി പോകുന്നതുകൊണ്ട് ഓക്ക് ബിസ്ക്കറ്റ് വാങ്ങും. അതേപോലെ അനിയത്തിൻ്റെ കുട്ടിക്ക് കപ്പ് കേക്കോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങലുണ്ട്. അവർ 2 ആൾക്കാരും 2 രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒട്ടും മാച്ചില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. മാഷാഅല്ലാ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഓരോരോ അഭിപ്രായം ഉള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. ആൻഡ് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ലഞ്ച് കഴിച്ച് ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായത് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, അപ്പോൾ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്കിന്ന് തീരെ വയ്യായിരുന്നു. ഇന്നലെ മുതലേ ഭയങ്കര തുമ്മലേനു കേട്ടോ. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ എണീച്ചതിന് ശേഷം ഞാൻ ഒരു വിത്തൗട്ട് കോഫിയും പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഉള്ളിവട വാങ്ങിയത്. എനിക്ക് ഈ ബേക്കറിയിൽ ഉള്ളിവടയും അതേപോലെ പരിപ്പടിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് 2 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മഗ് നിറച്ചും കോഫിയും കുടിച്ച് അങ്ങനെ രാത്രി ആയ സമയത്ത് മോക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ ഗ്യാപ്പിൽ ഹലബേബി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്ക് കറിയൊന്നും അങ്ങനെ പറ്റൂല. അപ്പോൾ ഞാൻ മോക്ക് വേഗം ഫുഡ് കൊടുത്ത് എന്നിട്ട് ഞാനും കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് രാത്രിക്കാണ്. രാത്രിക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിൻ്റെ പേർക്കും ഞാൻ ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ച് നേരം പുറത്തേക്കൂടെ നടക്കലുണ്ട്. ഇന്ന് നമുക്ക് മസാല ദോശയാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രോട്ടീന് വേണ്ടിയിട്ട് അനിയത്തി ഉണ്ടാക്കി ഗ്രേവിന്ന് ലേശമൊന്നുമില്ല ലേശം ഗ്രേവിയും ഒരു കഷ്ണം ചിക്കനും അതേപോലെ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശ ഇങ്ങനെ കേച്ചോണ്ട് കേട്ടോ. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒന്നും കേൾക്കൂല. പണ്ട് ചെറുതിലെ ഉമ്മക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത്. അല്ല കേട്ടോ, ഉമ്മൻ ഉണ്ടാക്കിയതാണ്. ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ അനിയത്തിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അതും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൂടെ നടക്കലുണ്ട്. പിന്നെ മോള് കളർ അടിക്കലാണ്. ഞാനാണെങ്കിൽ ഒരുപാട് സോപ്പ് ഇട്ടിട്ടാണ് ഒന്ന് കളർ അടിപ്പിക്കൽ. എന്നാലല്ലേ അവരെ കെയിലൊക്കെ ഒരു ലെവലായി വരും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കലുണ്ട്. രാത്രി കിടക്കുന്നതിനൊക്കെ മുന്നേ ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറയും കേട്ടോ. ഇൻഷാല്ലാ ഇക്കൊല്ലം സ്കൂളിലേക്കൊക്കെ പോക്കാണ്. അപ്പോൾ അതിന് മുന്നേ കൈയൊക്കെ ഒന്ന് ലെവലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് ഞാൻ. പിന്നെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങ് കടന്നുറങ്ങി. അപ്പം ഇത്രയുള്ളൂ. എന്നാൽ പിന്നെ നാളെ കാണാം.